ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ഭാര്യക്ക എന്നറിയപ്പെടുന്ന ഇന്നും പുഞ്ചിരിച്ച മുഖത്തോടുകൂടി മാത്രം നമ്മൾ കണ്ടുവരുന്ന നമ്മുടെ സ്വന്തം അബ്ദുൾ ബാരി സാറാണ്. ബാരി സാറിനെ ഞാൻ സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ കമ്മിറ്റിയുടെ കാര്യങ്ങളും ബൈലോയും ഒക്കെ എല്ലാവരും അറിയേണ്ടതാണ്. അപ്പൊ ആ ബൈലോ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു സൊസൈറ്റിയെ ഇന്ന് കാണുന്ന നല്ല രീതിയിൽ നമുക്ക് എല്ലാ വഴികാട്ടി എല്ലാ രീതിയിലും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്ന നമ്മുടെ സ്വന്തം സെക്രട്ടറി ബിനി സാറിനെ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ട കൊല്ലം ഹൈറിച്ച് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസൈറ്റി അംഗങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ, ആശംസകൾ നേരുകയാണ്. ആദ്യമേ തന്നെ ഈ ഹൈറിച്ച് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസൈറ്റി നമ്മൾ എന്തിനെ രൂപപ്പെടുത്തി, എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്ന് പലരും ഇവിടെ തർക്കിക്കുന്നത് കണ്ടു. ആദ്യമേ തന്നെ നിങ്ങളോട് പറയട്ടെ, നമ്മൾ ആദ്യം തന്നെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങളായ 21 പേർ അടങ്ങുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മൾ രൂപീകരിച്ചത്. ഒരു 1.5 മാസമായി സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടായിട്ടുള്ളൂ. ഇത് ഏതോ കാലം മുന്നേ നമ്മൾ തുടങ്ങേണ്ടതായിരുന്നു എന്ന് പല ആളുകളും പറയുന്നുണ്ട്. പല ആളുകളും പല വട്ടം പല ഗ്രൂപ്പുകളിലും പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. നമുക്കൊരു കൂട്ടായ്മ വേണം, നമ്മൾ ഒരുമിച്ച് നിൽക്കണം, പടപൊരുതാൻ ഞങ്ങളുണ്ട്, റോട്ടിലിറങ്ങാൻ ഞങ്ങളുണ്ട്, ഞങ്ങളും ഞങ്ങളെ കുഞ്ഞുങ്ങളുമായി എവിടെ വേണമെങ്കിലും വരാൻ റെഡിയാണ്, നിങ്ങൾ ഞങ്ങളെ വിളിക്കൂ എന്ന് പറഞ്ഞിരുന്ന അങ്ങനത്തെ ആളുകളൊക്കെ ഇപ്പോ മാളത്തിൽ ഒളിച്ചതുപോലെയാണ് കാണുന്നത്. ആർക്ക് പറ്റും? ഇങ്ങനെ ഒരു കമ്പനി 3000 കോടി പറ്റിച്ചു എന്നും വിദേശത്തേക്ക് പണം കടത്തിയെന്നും കള്ള രീതിയിൽ പ്രവർത്തിച്ച ഒരു കമ്പനിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറെ ആളുകളുടെ ഇടയിലേക്ക്, പണം നഷ്ടപ്പെട്ട ആളുകളുടെ ഇടയിലേക്ക് ചങ്കൂറ്റത്തോടുകൂടി ഇങ്ങനെ ഒരു പദ്ധതിയുമായി മുന്നോട്ട് വരാൻ ആർക്ക് സാധിക്കും? നമ്മൾക്ക് അവിടെ ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. നിങ്ങളെപ്പോലെ തന്നെയാണ് ഞങ്ങളും നിങ്ങളും ഈ കമ്പനിയെ വിശ്വസിച്ച് വന്നവരാണ്. ഈ കമ്പനി നമ്മൾ ആരെയും പറ്റിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ കമ്പനിക്കെതിരെ കള്ള പരാതി കൊടുത്ത ആളുകളെ നമുക്ക് വെളിച്ചത്തേക്ക് കൊണ്ടുവരണം. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരു ദൗത്യം ഏറ്റെടുത്തിട്ടുള്ളത്, നമ്മളുടെ കമ്പനിയിൽ ലാസ്റ്റ് വന്ന ആളുകളാണെങ്കിലും ആദ്യം വന്ന ആളുകളാണെങ്കിലും ഏത് ടീമിന്റെ ആളുകളാണെങ്കിലും ഹൈറിച്ച് മെമ്പറാണോ നമുക്ക് ആ പണം ലഭിക്കണം, കമ്പനിയെ തിരിച്ചു കൊണ്ടുവരണം. കമ്പനി കേസുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ആ കേസ് മാത്രമായിട്ട് പോയാൽ കമ്പനി ഒരു ഭാഗത്ത്, ഗവൺമെന്റ് ഒരു ഭാഗത്ത് പോയിട്ട് കേസ് ഇങ്ങനെ നീണ്ടു പോവുകയാണ്, അല്ലേ? അപ്പൊ അതിനൊരു പ്രതിവിധി വരണമെങ്കിൽ ഈ കമ്മ്യൂണിറ്റി കൂടി ഞങ്ങൾക്ക് ഈ കമ്പനി വേണമെന്നും ഞങ്ങളെ പറ്റിച്ചിട്ടില്ല എന്നുള്ള കാര്യം കോടതിയെയും അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥരെയും അറിയിക്കണം. ഇനി ഈ സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുത്ത ഓരോ ആളുകൾക്കും വേണ്ടി നമ്മൾ ഒരു കേസ് ഫയൽ ചെയ്താൽ, ഇപ്പൊ ചില ആളുകളൊക്കെ പറയും നിങ്ങൾ കേസ് ഫയൽ ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ പണം ലഭിക്കുകയുള്ളൂ. ചില ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടും കേസ് ഫയൽ ചെയ്ത ആളുകളുണ്ട്. പക്ഷേ എന്നാലും നമ്മളിലെ പല ആളുകൾക്കും ഒരു സംശയം ഉണ്ടാവും, നമ്മൾ ഒരു കേസ് ഫയൽ ചെയ്യേണ്ടി വരുമോ, എന്റെ പേരും കൂടെ ഇത് വന്നാലല്ലേ എന്റെ പൈസ കിട്ടുള്ളൂ എന്നൊക്കെ. അപ്പൊ നമ്മൾ സൊസൈറ്റി ഒരു കേസ് ഫയൽ ചെയ്താൽ ആ സൊസൈറ്റിയിലുള്ള എല്ലാ മെമ്പേഴ്സിനും വേണ്ടി നമ്മളത് ചെയ്യും. ഇനി നിങ്ങൾ ഈ കൂടിയിരിക്കുന്ന ആളുകളില് സൊസൈറ്റി വഴിയൊന്നും അല്ലാതെ എനിക്ക് എന്റെ പൈസ വാങ്ങാൻ അറിയും എന്നുള്ള ആ ഒരു വിശ്വാസമുള്ള ആർക്കും നേരിട്ട് കേസ് ഫയൽ ചെയ്യുന്നതിനോ നേരിട്ട് പോയിട്ട് വാങ്ങുന്നതിനോ ഞങ്ങൾ ആരും എതിരല്ല. ഞങ്ങൾ ഒന്നിച്ചു നിന്ന് പോവാൻ കൂടെ നിൽക്കുന്നവരെ കൂട്ടി അവർക്കും കൂടി വേണ്ടി പ്രവർത്തിക്കുക എന്നൊരു ഉദ്ദേശമേ ഉള്ളൂ. അല്ലാതെ നമ്മൾക്ക് ഇതിൽ നിന്നും ഒരു വരുമാനോ, ഇതിൽ നമുക്ക് ചീത്തപ്പേരുകൾ വന്നുകൊണ്ടിരിക്കുക. ഇപ്പോ യൂട്യൂബിലാണെങ്കിലും നമ്മളെ എതിർ ടീമാണെങ്കിലും ഞങ്ങളെയാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കെതിരെയാണ്, സൊസൈറ്റിക്കെതിരെ കേസ് ഫയൽ ചെയ്തു, സൊസൈറ്റിക്കെതിരെ തൃശ്ശൂർ കോടതി ഡിവൈഎസ്പിക്ക് കേസ് പോയി, ഞാനും സെക്രട്ടറിയും പോയി. ഞങ്ങൾക്കത് അവിടെ എന്താ സൊസൈറ്റിയുടെ ഉദ്ദേശം ലക്ഷ്യം തെളിയിക്കേണ്ടതായിട്ട് വന്നു. ഇതൊക്കെ ഞങ്ങൾക്ക് പ്രയാസങ്ങളാണ്. അപ്പോ ആ പ്രയാസം സഹിച്ച് നിൽക്കുന്നത് നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് സൊസൈറ്റിൻ്റെത് ആവശ്യമാണ് എന്ന ബോധ്യത്തിൽ നിന്നാണ്. അപ്പൊ നമ്മളിങ്ങനെ സൊസൈറ്റിയായിട്ട് ഇങ്ങനെ ആലോചിച്ചപ്പോൾ 20 പേരെ കാണാനായിട്ട് നോട്ടീസിലോ അതിനു മുന്നേ വക്കീലമാരെ കാണാൻ ഒരു അവസരമില്ല. നിങ്ങൾ എന്നെ ചെയ്ത് കഴിഞ്ഞാൽ കേസിനെ ബാധിക്കും. ഞങ്ങള് ഈ പ്രധാന അനിലക്കരയുടെ വീട്ടിലേക്ക് സമരം ചെയ്യാൻ തീരുമാനിച്ചു. അതിന് ഞങ്ങൾ ധർണ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ പറഞ്ഞു നിങ്ങൾ ചെയ്യരുത്, അത് കേസിനെ ബാധിക്കും. അതല്ല, നിങ്ങൾ കൂടി നിന്നാൽ, നിങ്ങൾ അറസ്റ്റ് ചെയ്താൽ നിങ്ങൾ ഇറക്കാൻ ആരും ഉണ്ടാവില്ല.
അങ്ങനെ ഒരുപാട് വേദന. കോടതി നിൽക്കുമ്പോൾ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനൊരു അവസരമില്ല. അങ്ങനെ വേദനിച്ച് നിൽക്കുന്ന സമയത്താണ് ഏകദേശം 21 പേര് കൂടിയിട്ടാണ് ഈ സൊസൈറ്റി രൂപീകരിക്കുന്നത്. അങ്ങനെ സൊസൈറ്റി രൂപീകരിച്ച് ഏകദേശം ഫസ്റ്റ് മീറ്റിംഗ് തൃശ്ശൂര് കഴിഞ്ഞ മാസം 9-ാം തീയതി നടത്തുമ്പോൾ ഏകദേശം 150-160 പേര് ഒപ്പിട്ട് നിവേദനമായിട്ട് തൃശ്ശൂർ കളക്ടറേറ്റിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പരാതി സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല. കാരണം ഹൈറിക്സിന് കാശ് കിട്ടാൻ എന്ന് പറഞ്ഞ് കുറച്ച് പേരോട് പരാതി കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരു കമ്പനി തിരിച്ചു തരണമെന്ന് പരാതിയുമായി അവർ ചെന്നത്. അങ്ങനെ ഞങ്ങൾ 75ഓളം പേരോട് ഉണ്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് കമ്പനി തിരിച്ചു വേണം, ഞങ്ങളെ കമ്പനി പറ്റിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ കളക്ടറുടെ ഓഫീസിൽ നിന്നും ADM അഡീഷണൽ മജിസ്ട്രേറ്റ് ഞങ്ങളെ കാണാനുള്ള അവസരം തന്നു. ഞങ്ങൾ 5 പേര്, ഞാനും പ്രസിഡന്റും മോളി മാഡവും അതുപോലെ 2 പേരും കൂടി ചേർന്ന് ഞങ്ങൾ അദ്ദേഹത്തിന്റെ റൂമിലേക്ക് ഇരിച്ചു. ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത് തട്ടിപ്പ് കമ്പനിയാണ്, ഹൈക്കോടതി കേസിൽ നടക്കുന്ന കമ്പനിയാണ്, നിന്റെ കാശ് പോയി എന്ന് ഞങ്ങളോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറേ ഞങ്ങളുടെ കാശ് പോയിട്ടില്ല എന്ന് പറഞ്ഞു, കമ്പനി ഞങ്ങളെ ഭരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ബാരി സാറ് അദ്ദേഹത്തിന് ആ ശൈലിയില് നമ്മുടെ കമ്പനിയെ പറ്റി ഇപ്പൊ ഇവിടെ പറഞ്ഞു, പലരും പറഞ്ഞു അതൊക്കെ ഞങ്ങൾക്ക് അറിയാമെന്ന്. ഇവിടെ വന്നപ്പോ പലരും പറഞ്ഞോ ഞങ്ങൾക്ക് ഒരു അപ്ഡേഷൻ കിട്ടില്ല എന്ന് പറഞ്ഞ്, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം പക്ഷെ അപ്ഡേഷൻ കാര്യം തരുന്നില്ല, ഞങ്ങൾ ലീഡർമാരില്ല എന്ന് പറഞ്ഞ്. അപ്പൊ അദ്ദേഹം അവിടെ കമ്പനിയുടെ പ്ലാൻ എന്താണെന്നും കമ്പനി എങ്ങനെ പൈസ കൊടുത്തിരുന്നെന്നും കൃത്യമായിട്ട് അവർ അവതരിപ്പിച്ചു. അവസാനം 25 മിനിറ്റ് നേരം വക്കീലിന് ഇദ്ദേഹത്തിന്റെ മുന്നിൽ, കളക്ടറിന്റെ മുന്നിൽ ഇരിക്കാൻ ഞങ്ങൾക്ക് ഒരു അവസരം കിട്ടിയത് ഈ സൊസൈറ്റി കൊണ്ടാണ്. 25 മിനിറ്റ് ഞങ്ങൾ കേട്ടു. അദ്ദേഹത്തിന്റെ ഫയലിൽ ഇങ്ങനെ എഴുതി എന്തൊക്കെ എഴുതി സെക്രട്ടറി കൊടുത്തു. അവിടുന്ന് ഞങ്ങൾ തുടങ്ങിയ യാത്രയാണ്. അവിടുന്ന് അവസാനം പാലക്കാട് ഓരോ ജില്ലയിൽ ചെയ്യുമ്പോഴും ആളുകൾ ഇങ്ങനെ കൂടിക്കൂടി വന്നു. നാട്ടിലെ ഭരണാധികാരികൾ ഉദ്യോഗസ്ഥരെല്ലാം നമ്മൾ അയരിച്ചുകാർ 1-2 പേരേ ഉള്ളൂ, അവരാർക്കും പരാതികളില്ല, പരാതിയുള്ള 62 പേരേ ഉള്ളൂ, ബാക്കി പരാതിയില്ല, ആരും അയരിച്ചിലില്ല എന്നുള്ള ഒരു ധാരണയിൽ നിൽക്കുന്നവരാണ്. നമുക്ക് കമ്പനി തുറന്നു തരണം എന്നുള്ളതാണ് നമ്മളെ പരാതി. എന്തുകൊണ്ട്? നമ്മുടെ നഷ്ടപ്പെട്ട ജോലിയും വരുമാനവും തിരിച്ചു കിട്ടാൻ. കമ്പനി ഫ്രീസാവുന്നവരെ നമുക്ക് വരുമാനം തന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കമ്പനി നമ്മളെ പറ്റിച്ചെന്ന് പറയാൻ പറ്റില്ല, നമ്മളെ പറ്റിച്ചിട്ടുമില്ല. കമ്പനി തുറന്നാൽ നമ്മളെ വരുമാനം കിട്ടുന്നത് നമുക്ക് ബോധ്യമുണ്ട്. അന്നപ്പോ നമ്മുടെ ഒരു ശക്തി ഭരണാധികാരികളുടെ ഇടയിൽ കാണിക്കണമെങ്കിൽ നമ്മളൊന്ന് ഒത്തുചേരണം. കേവലം 1000-ഓ 2000-ഓ പേര് ഒത്തുചേർന്ന് കഴിഞ്ഞാൽ നമ്മളൊരു വലിയ ശക്തിയാണെന്ന് ആരും പറയില്ല. നമ്മൾ അയറിച്ചിൽ ജോയിൻ ചെയ്തിരിക്കുന്ന മുഴുവൻ ആളുകളും ഒത്തുചേർന്നുകൊണ്ട് ഗവൺമെന്റിന്റെ ശ്രദ്ധയിലേക്ക് നമ്മുടെ ആവശ്യങ്ങൾ എത്തിച്ചു കഴിഞ്ഞാൽ വൈകാതെ നമ്മുടെ കാര്യങ്ങൾക്ക് ഒരു തീർപ്പ് വരും. നമ്മുടെ കാര്യങ്ങൾക്ക് തീർപ്പ് വരുന്നത് കോടതിയിൽ കൂടെ തന്നെയാണ്. പക്ഷെ കോടതിയിൽ കൂടെ വരുന്ന തീർപ്പുകൾക്ക് ബഹുമാനപ്പെട്ട കോടതി ആ തീർപ്പ് പറയുമ്പോൾ തന്നെ ഗവൺമെന്റിന് ഒരുപടി കാര്യങ്ങളിൽ നമ്മൾ സഹകരിച്ച് നിൽക്കാൻ പറ്റും. കാരണം നമ്മുടെ ശക്തി കണ്ടാലേ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും അത്തരം ഒരു നടപടി ഉണ്ടാവുകയുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ഇന്നിവിടെ നിങ്ങൾ എല്ലാവരും എത്തി, ഇതൊരു തുടക്കം തന്നെയല്ലേ. ഈ തുടക്കത്തെ നമ്മളൊരു ഒത്തൊരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ ഹൈറിച്ച് കമ്പനിയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ നഷ്ടപ്പെട്ട വരുമാനങ്ങളും നമ്മുടെ നഷ്ടപ്പെട്ട ആ സന്തോഷകരമായ ഒരു അവസ്ഥകളും ജീവിതവും തിരിച്ചു പിടിക്കാൻ നമുക്ക് പറ്റും. ശരിക്കും പറഞ്ഞാൽ ഇന്ന് വരെയും നമുക്ക് അവരുടെ മുമ്പിൽ, നമ്മുടെ നീതിപീഠത്തിന്റെ മുമ്പിൽ, നമ്മുടെ അധികാരികളുടെ മുമ്പിൽ നമ്മുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. എനിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ ഇൻഡിവിജ്വലായിട്ട് വ്യക്തിപരമായിട്ട് അവരുടെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മുഖവിലക്ക് പോലും അവരെടുക്കില്ല. അവിടെയാണ് നമ്മൾ ഇങ്ങനെ ഒരു സൊസൈറ്റിയുടെ ആവശ്യകത. നമ്മളൊരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു സംഘടനയുടെ പിൻബലത്തോടു കൂടി നമ്മളിങ്ങനെ നമ്മുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ അവരെ അറിയിക്കാൻ വേണ്ടി ഒരുപാട് വഴികളിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്കിനി രക്ഷയുള്ളൂ. നമ്മുടെ നഷ്ടപ്പെട്ട ജീവിതം, നമ്മുടെ വരുമാന മാർഗങ്ങൾ, ജോലിയും എല്ലാം നമുക്ക് വീണ്ടെടുക്കേണ്ടതുണ്ട്. അല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പോ എനിക്ക് പറയാനുള്ളത് എല്ലാവരും മെമ്പർഷിപ്പ് എടുക്കുക, പരമാവധി ആളെ കൊണ്ട് മെമ്പർഷിപ്പ് എടുപ്പിക്കുക. അതോടുകൂടി നമ്മുടെ ഈ സൊസൈറ്റിയുടെ ശക്തി വർദ്ധിപ്പിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. എന്നിട്ട് ഞാൻ ഈ സൊസൈറ്റി നിൽക്കാനുള്ള കാരണം ഹൈറിച്ച് എന്ന് പറയുന്ന ഇതിൻ്റെ കൺസെപ്റ്റ് നല്ല കൺസെപ്റ്റാണ്. ഞാൻ 2020 ജോയിൻ ചെയ്തപ്പോൾ മുതൽ ഇതിനെക്കുറിച്ച് 6 മന്തോളം അതുവരെ ഞാൻ ഒരു ടീം ഡെവലപ്പ് ചെയ്യാനോ ഒന്നും ഞാൻ പോയില്ല. ആ 6 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിൻ്റെ കൺസെപ്റ്റ്. എനിക്കൊരു 5 രൂപയെങ്കിൽ 5 രൂപ, 1 രൂപ എനിക്ക് അതിന് കിട്ടുന്നുണ്ടോ? ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ പറയുന്ന കൺസെപ്റ്റിൽ എനിക്ക് 1 രൂപ എങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമല്ലേ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ആ 1 രൂപ എനിക്ക് തിരിച്ച് കിട്ടിയത് കൊണ്ട് മാത്രമാണ് 6 മാസം ശേഷം ഇതിൻ്റെ ഓരോ ജില്ലകളിലും അല്ലെങ്കിൽ എവിടെയൊക്കെ സൊസൈറ്റി എവിടെയൊക്കെയാണ് ഇതിൻ്റെ ഷോപ്പുകളുള്ളത്, ടൈപ്പുള്ള ഷോപ്പുകളുള്ളത്, ഇത് നേരിട്ട് പോയി അന്വേഷിച്ച് അവിടെ നിന്ന് സാധനങ്ങൾ മേടിച്ച് അതാത് നമുക്ക് സാധാരണ തൃശ്ശൂരിൽ ആരംഭിച്ചു. അങ്ങോട്ട് വടക്കോട്ട് പോയപ്പോൾ വർദ്ധിച്ച് വന്ന ആ ഒരു കൂട്ടായ്മ റൊട്ടേറ്റ് ചെയ്ത് നേരെ ട്രിവാൻഡ്രത്തേക്ക് വന്നപ്പോൾ ആ ട്രിവാൻഡ്രത്തിന് മധ്യയുള്ള ഈ കൊല്ലത്തെത്തിയപ്പോൾ വളരെ ഡൗണായി. ഇത് എന്തിൻ്റെ സൂചനയാണെന്ന് അറിയോ? അണയാൻ പോകുന്ന അഗ്നി
ആളിക്കത്താൻ പോവാ. കാരണം ഇവിടെ നമ്മളെ മിണ്ടാട്ടമില്ലാണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് അവസാനം വരെ ഇരുന്ന് നമ്മളെ തൂക്കിയെടുത്ത് ഈ ചെയറുകളിൽ ഇരുത്തിയത് ആരാ? നമ്മുടെയൊക്കെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളാ, വേറെ ആരുമല്ല. ആ ശക്തി, അതിന്റെ പവർ, ആ പവറാണ് നമ്മൾ ഈ നിമിഷം ഇവിടെ കണ്ടത്. ഈ പവറാണ് ഹൈറിച്ച് എന്ന മഹാപ്രസ്ഥാനത്തെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം ഈ 1.5 വർഷക്കാലം എത്രത്തോളം പ്രതിസന്ധികൾ നമ്മൾ നേരിട്ടു. എൻ്റെ അനുഭവം, നമ്മുടെ മീഡിയ വർക്ക് ചെയ്യുന്ന കണ്ണൂരിലുള്ള എൻ്റെ ആത്മസുഹൃത്ത് എൻ്റെ ഒരു വീഡിയോ ഇതിൻ്റെ വളരെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഹൈറിച്ചിനെ കുറിച്ചിട്ട് നമ്മളെയൊക്കെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ ഒരു ചെറിയ ഒരു വീഡിയോ അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തു. അതിലൂടെ എനിക്ക് ഒരുപാട് കോട്ടങ്ങളുണ്ടായി. എന്തറിഞ്ഞിട്ടാണ് ലീഗൽ പ്രൊസീജിയറുമായി മുന്നോട്ട് പോകുന്ന ഈ ഒരു കമ്പനിയിലേക്ക് അതിനെ അനുകൂലിച്ചുകൊണ്ട് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, എന്തിൻ്റെ തെളിവിലാണ് ഇത്രയും ധൈര്യപൂർവ്വം ഈ വീഡിയോയ്ക്ക് മുന്നിൽ വന്ന് വീഡിയോ സഹിതം അപ്ലോഡ് ചെയ്തതെന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു. കാരണം ഇതിന് മറുപടി വേറെ ഒന്നുമല്ല. ഞാൻ വിശ്വസിച്ചു, എൻ്റെ ഹൈറിച്ചിനെ ഞാൻ വിശ്വസിച്ചു. കാരണം ഇതിൻ്റെ ഓരോ പ്രോജക്റ്റ് ഇന്ന് നമുക്കറിയാം, ഈ 1.5 വർഷക്കാലത്തിനുള്ളിൽ ഈ കമ്പനിക്ക് ഒരു കോട്ടവും ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഈ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ഇന്ന് എവിടെ എത്തും ആയിരുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമായിരുന്നു. വയനാട് നടന്ന, അല്ലെങ്കിൽ വയനാട് ഉണ്ടായ പ്രളയത്തിൽ ഒരു രാഷ്ട്രങ്ങളോ ഒരു സംസ്ഥാനങ്ങളോ നമുക്ക് കേരളത്തിലേക്ക് പ്രവേശിക്കേണ്ടി വരില്ലായിരുന്നു. അല്ലെങ്കിൽ ഓരോ വ്യക്തിത്വങ്ങളോ അല്ലെങ്കിൽ വലിയ വലിയ സാമ്രാജ്യത്വമുള്ള ബിസിനസ്സുകാരോ ഒന്നും ഇതിനു വേണ്ടി വരണ്ടായിരുന്നു. കാരണം നമ്മൾ ഉണ്ടായിരുന്നു ഇവിടെ, നമ്മൾ മാത്രം മതിയായിരുന്നു. ഇതെന്താണെന്ന് തിരിച്ചറിയാത്ത കുറെ അണുക്കൾ എന്ന് പറയാം, കൊറോണ പോലെയുള്ള അണുക്കൾ വിരളി പിടിച്ചു. ദരിദ്രരായിട്ടുള്ള ആൾക്കാർ ധനികരാകുന്നത് കണ്ടുകൊണ്ട് ദരിദ്രർ അങ്ങനെ അത്ര പെട്ടെന്ന് ധനികരാകണ്ട എന്ന് ധരിച്ചുകൊണ്ട് ലോക്ക് ചെയ്തു. തട്ടിപ്പെന്ന് പറഞ്ഞുകൊണ്ട് ലോക്ക് ചെയ്തു. പക്ഷേ തീയിൽ കുരുത്തവരാ നമ്മൾ. അങ്ങനെ വെയിലത്തൊന്നും വാടില്ല. അതിന്റെ തെളിവാണ് ഇന്നിവിടെ കാണുന്നത്, നാളെ ട്രിവാൻഡ്രത്തും കാണാൻ പോകുന്നത്. അതുകൊണ്ട് ആരും ഭയപ്പെടണ്ട. ഈ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ ഓരോ വീടാന്തരം തോറും മാധ്യമങ്ങളിലൂടെ അല്ലാണ്ട് തന്നെ ഹൈറിച്ചിൽ ഐഡി അടിച്ച ഓരോ മെമ്പർമാരുടെയും ഭവനങ്ങളിൽ കയറിയിറങ്ങി HCR അംഗമായാൽ ക്രിമിനൽ കുറ്റത്തിനകത്താകും എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്നിവിടെ ലോപിച്ചു പോയ അംഗങ്ങളെ നമുക്ക് കാണാൻ സാധിച്ചു. പക്ഷേ തളരില്ല. കാരണം നമ്മളുടെ കൂടെയുണ്ട് നമ്മളുടെ അധിപനായിട്ടുള്ള പ്രതാപൻ സാർ. അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഈ ഒരു ടൈം ഉണ്ടല്ലോ, ആ ടൈമിംഗ് ആണ് അദ്ദേഹത്തിന്റെ ബുദ്ധിവികാസത്തിനുള്ള ടൈം. അതിൽ നമുക്ക് കാണിച്ചു തരും നമ്മൾ ഇനി എവിടെ എത്തും എന്നുള്ളതും. ഏതൊക്കെ പ്രോജക്റ്റിലൂടെ രാഷ്ട്രങ്ങൾ തോറും നമ്മൾ ഈ ഹൈറിച്ച് എന്ന പ്രസ്ഥാനത്തിന്റെ മുഴുവൻ പദ്ധതികളെയും പ്രചരിപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിയും. അദ്ദേഹത്തിനെ എത്രയും പെട്ടെന്ന് നമ്മൾ പുറത്തു കൊണ്ടുവരും. വലിയൊരു പ്രസ്ഥാനമാക്കി ഇനി ഈ പറയുന്നത് പോലെ സംസ്ഥാന കമ്മിറ്റിക്കാർ കൊണ്ടുവന്ന് കസേരയിൽ ഇരുത്തിയ ഞങ്ങളെ പോലുള്ള ഈ സാധുക്കൾ എന്ന് പറയുന്ന ഈ വ്യക്തിത്വങ്ങൾ ഈ കസേരയിൽ ഇനി ഞങ്ങൾക്കിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ക്യൂ നിൽക്കേണ്ടി വരും.
ഓരോ ജില്ലകളിലും ഞങ്ങൾ പ്രസിഡന്റാകും, ഞങ്ങൾ സെക്രട്ടറി ആകും, ഞങ്ങൾ എക്സിക്യൂട്ടീവ് മെമ്പർമാരാകും എന്ന് പറഞ്ഞുകൊണ്ട് ക്യൂ നിൽക്കും ഈ സംഘടനയ്ക്ക് മുന്നിൽ. ഈ സൊസൈറ്റി എന്ന് പറയുന്നത് ജാതിയില്ല, മതമില്ല, വർഗമില്ല, രാഷ്ട്രീയമില്ല. കാരണം നമ്മൾ കേണു പുറകിൽ നടന്നു. രാഷ്ട്രീയക്കാരുടെ വീടുകളിൽ, മത ഉന്നതന്മാരായിട്ടുള്ള ആൾക്കാരുടെ പുറകുകളിൽ, അവരുടെയൊക്കെ പിന്തുണയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കയറി ഇറങ്ങി. ദാരിദ്ര്യത്തിന്റെ അങ്ങേ അറ്റം കണ്ടു നമ്മൾ. 200 രൂപ പോയിട്ട് 2 രൂപ അല്ലെങ്കിൽ 20 രൂപ പോലും എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെ കടന്നു വന്നു നമ്മൾ. ഇന്ന് വരും, തിരിച്ചു വരും, കൊണ്ടുവരും. കാരണം ഇതിന്റെ ഉത്തുംഗ പദത്തിൽ ഇരിക്കുന്ന ശക്തികൾ നമുക്കറിയാം. ശ്രീനാ മേഡത്തിനെയും പ്രതാപ് സാറിനെയും. ഈ കമ്പനി എന്തെന്ന് ഇതിനെക്കുറിച്ച് അറിയാത്തവർ, ഇതിനെക്കുറിച്ച് നെഗറ്റീവ് പ്രചരിപ്പിച്ചവർ ഈ കമ്പനിയിൽ അംഗത്വം എടുത്തിരിക്കും. ഈ സൊസൈറ്റിയിൽ ഇങ്ങോട്ട് വിളിച്ചു നിന്ന് അംഗത്വം എടുത്തിരിക്കും. അവരുടെ മുഴുവൻ ഫാമിലിയും ഓരോരുത്തരും വളരെ ചുരുങ്ങിയ കാലം മാത്രമേ ആയുള്ളൂ ഹൈറിച്ചിൽ വന്നിട്ട് ഇതിന്റെ സാധ്യതകൾ മനസ്സിലാക്കി. അങ്ങനെ എന്നെ വിശ്വസിച്ച് വന്ന ഒട്ടനവധി മെമ്പർമാർ, അവരെല്ലാം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഇന്നേ വരെ ആരും ഒരു നെഗറ്റീവും പറഞ്ഞു വന്നിട്ടില്ല. കാരണം അവരെയൊക്കെ ഈ കമ്പനിയെ കുറിച്ച് ധരിപ്പിച്ചിട്ടുണ്ട്. എന്താണ് നമ്മുടെ ഈ മാണിക്യം, എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ കൊല്ലം ജില്ലയുടെ ഈ മെമ്പർഷിപ്പ് വിതരണവും ഇന്നത്തെ ഈ മീറ്റിംഗും ഒരിക്കലും ഒരു പാൾ മീറ്റിംഗ് ആയിട്ട് ആരും കാണരുത്. കാരണം ഈ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ തന്നെ കാലക്രമേണ ഒട്ടനവധി മെമ്പർമാർ ഇങ്ങോട്ട് വരും എന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ട് ഇത്രയും വലിയ ഭാരിച്ചമായ ഒരു ചുമതല ഏറ്റുകൊണ്ട് സംസ്ഥാനത്ത് ഉടനീളം നടന്ന് ജില്ലാ കമ്മിറ്റികൾ രൂപീകരിച്ച ബാരി സാറിനും ബാരി സാറിന്റെ ഇടംകൈയും വലംകൈയും ആയിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്ന, അല്ലെങ്കിൽ നമുക്ക് ഹൈറിച്ച് എന്ന മഹാപ്രസ്ഥാനത്തെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സൊസൈറ്റി രൂപീകരിക്കാനുള്ള ആശയവും ഈ സൊസൈറ്റിയിലൂടെ മറ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന എല്ലാ തരത്തിലുള്ള ഗുണങ്ങളെയും നമുക്ക് ഒന്നിച്ചു നിന്ന് അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യാം. അതിന് അഹോരാത്രം വീടും മക്കളെയും എല്ലാം ഉപേക്ഷിച്ച് ഇതിന്റെ പുറകെ വന്ന മുഴുവൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെയും ഈ ഒരു സമയത്ത് ഞാൻ നന്ദിപൂർവ്വം സ്മരിച്ചുകൊള്ളുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ശുഭദിനവും നേരുന്നു. ഇനിയുള്ള ഘട്ടം ഇനി നമ്മുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. പൂർവാധിക ശക്തിയായിട്ട് തിരിച്ചു വന്ന് നമുക്ക് നഷ്ടപ്പെട്ട നല്ല നാളുകൾ തിരിച്ചു കിട്ടാൻ വേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുകയും ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഇനിയും നമുക്ക് മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുകയും എല്ലാവരും ഒത്തൊരുമിച്ചോട് കൂടുവാൻ സാധിക്കുകയും ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു. എൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നു. അതിന് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു.